നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ വെൻഡിങ് മെഷീനിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് കോഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിരുന്നു. അപ്പോൾ അതിനോടുകൂടി നമ്മൾ അതിൻ്റെ ഡ്രോബാക്സും പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഡ്രോബാക്സ് ഒക്കെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്ത കാര്യങ്ങളൊന്നും മാറ്റുന്നില്ല. നമ്മൾ ആദ്യം തന്നെ ഫിക്സഡ് ആയിട്ടുള്ള ഐറ്റംസ് ഏതാണോ അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. കഴിഞ്ഞ കോഡിൽ നിന്നുള്ള ആദ്യത്തെ മാറ്റം നമ്മൾ കൊണ്ടുവരുത്തിയിരിക്കുന്നത് ലൈൻ നമ്പർ 13ലാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്ത കോഡ് മുഴുവൻ ഒരു വൈൽ ട്രൂ സ്റ്റേറ്റ്മെന്റ് അണ്ടറിൽ കൊടുത്തിരുന്നു. അപ്പോൾ വൈൽ ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്താ ചെയ്യാന്നുള്ളത് നമ്മൾ ഇതിനു മുന്നേ പഠിച്ചതാണ്. അതൊരു ഇൻഫിനിറ്റ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ലൂപ്പ് നമുക്ക് ആവശ്യമാണ്. കാരണം ഓരോ പ്രാവശ്യം കോഡ് റൺ ചെയ്യുമ്പോഴും കോഡ് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. നമുക്ക് അടുത്ത യൂസറിന് വേണ്ടിയിട്ട് ഈ കോഡ് റൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ വിളിക്കുന്ന ആളാണ് വൈൽ ട്രൂ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ വൈൽ ട്രൂ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വിളിക്കുന്നു. പിന്നെ നമ്മുടെ വെൽക്കം നോട്ട് അത് നമ്മൾ കസ്റ്റമറിന് പ്രിന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. അത് ലൈൻ നമ്പർ 14ല്. പിന്നെ 16ല് നമ്മൾ എന്താണ് കസ്റ്റമർ നീഡ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചോദിക്കുന്നു. പിന്നീട് ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നത് ലൈൻ നമ്പർ 17ലാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഐറ്റം ഈക്വൽ ടു ഐറ്റം ഡോട്ട് ലോവർ എന്നുള്ളൊരു പരിപാടി അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോട്ട് ലോവർ എന്നുള്ളൊരു മെത്തേഡിനെ അവിടെ വിളിച്ചിട്ട് ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് സെൻസിറ്റീവ് ആയിട്ടാണ് നമ്മൾ ഐറ്റംസ് കൊടുക്കുന്നതെങ്കിൽ അത് റെക്കഗ്നൈസ് ചെയ്യാതെ പോകുന്ന ഒരു കേസ് നമ്മൾ കണ്ടിരുന്നു. ഇപ്രാവശ്യം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ഇന്റേണലി പൈത്തൺ എന്തേ എടുക്കുള്ളൂ, ലോവർ കേസ് എടുക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മിക്സ് ഓഫ് സ്മോൾ ആൻഡ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുക്കാം. പക്ഷെ പൈത്തൺ അത് ലോവർ കേസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ലൈൻ നമ്പർ 17 ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലൈൻ നമ്പർ 18, 19, 20 എന്ന് പറയുന്നത് പുതിയ ആൾക്കാരാണ്. നമ്മൾ പുതിയ കുറച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് വോളിയം അണ്ടർസ്കോർ ക്വാണ്ടിറ്റി ആണ്. കാരണം ഈ പ്രാവശ്യം നമ്മൾക്ക് എന്ത് ഇൻകോപ്പറേറ്റ് ചെയ്യണം, ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 0.5 എന്ന് കൊടുത്തേക്കുന്നത് 0.5 ലിറ്റർ ആണ്. ഹാഫ് ലിറ്ററിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തേക്കുന്നത്. പിന്നെ 1 ലിറ്റർ, പിന്നെ 5 ലിറ്റർ. അപ്പൊ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വോളിയം അണ്ടർസ്കോർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം, ഓരോ ക്വാണ്ടിറ്റി ഡിഫറൻസിനനുസരിച്ച് നിങ്ങളുടെ പ്രൈസും മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ പെർ ലിറ്റർ പ്രൈസ് നമ്മൾ 50 റുപ്പീസ് ആണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹാഫ് kg ലിറ്ററിന്റെ പ്രൈസ് 25 ആയിരിക്കും, 5 ലിറ്ററിന്റെ പ്രൈസ് 250 ആയിരിക്കും. സിമിലർലി ഇതേപോലെ തന്നെ കേർഡിന്റെ പ്രൈസ് ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ലിസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നു. അപ്പൊ അതിന്റെ പ്രൈസ് ആണ് 15, 30, 150. ക്വാണ്ടിറ്റി റിമെയിൻ ദ സെയിം. നമ്മൾ ക്വാണ്ടിറ്റിയിൽ മാറ്റമൊന്നും വരുത്തുന്നില്ല. അപ്പൊ അതേ ലിസ്റ്റ് തന്നെ നമുക്ക് കേർഡിന് വേണ്ടിയിട്ട് വിളിക്കാവുന്നതേ ഉള്ളൂ. രണ്ട് പുതിയ വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, മിൽക്ക് അണ്ടർസ്കോർ കോസ്റ്റ് എന്നുള്ളതും കേർഡ് അണ്ടർസ്കോർ കോസ്റ്റ് എന്നുള്ളതും. ഇത് എന്തിനാ ഡിഫൈൻ ചെയ്തതെന്നുള്ളത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പുതിയതായിട്ടുള്ളത്. ലൈൻ നമ്പർ 23 തൊട്ടിട്ട് നമ്മൾ മുന്നേ കണ്ട അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. പക്ഷെ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം ഈ പ്രാവശ്യം നമുക്ക് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല, അല്ലെങ്കിൽ 1 ലിറ്റർ അല്ല, നമുക്ക് 3 ഓപ്ഷനും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ യൂസർ ചോയ്സിൽ അത് നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് ഐറ്റം ഈക്വൽ ടു മിൽക്ക് ആണെങ്കിൽ നമ്മൾ കസ്റ്റമർ ചോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. അവിടെ യൂസറിന്റെ അടുത്ത് ചോദിക്കുന്നു, നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്, ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ അതാണ് ലൈൻ നമ്പർ 24 പറയുന്നത്. നിങ്ങൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ചോദിക്കുന്നത് എന്താണ്, വുഡ് യു ഹാവ് എനി ചോയ്സ് ഓൺ പാക്കറ്റ്സ്, അവൈലബിൾ പാക്കറ്റ്സ് ആർ 0.5 ലിറ്റർ, 1 ലിറ്റർ ആൻഡ് 5 ലിറ്റർ, പ്ലീസ് എന്റർ യെസ് ഓർ നോ. അപ്പൊ ആദ്യം നമ്മൾ ചോദിക്കുന്നത് എന്താണ്, നമ്മുടെ കയ്യിൽ 1/2 ലിറ്ററിന്റെ, 1 ലിറ്ററിന്റെ, 5 ലിറ്ററിന്റെ പാക്കറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഈ രീതിയിൽ വാങ്ങാൻ താല്പര്യമുണ്ടോ? അപ്പൊ അതൊരു യെസ് ഓർ നോ ക്വസ്റ്റൻ ആയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. യെസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, കസ്റ്റമറിന് ആ ഒരു ഓപ്ഷൻ കൊടുക്കണം. അത് സെലക്ട് ചെയ്ത് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കണം. ഈ നോ ആണെങ്കിൽ ബൈ ഡീഫോൾട്ട് 1 ലിറ്റർ എന്നുള്ളത് എടുത്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് അവിടെ യെസ് ഓർ നോ ഡിസിഷനിൽ വരുന്നത്. കസ്റ്റമറിന് പല ഓപ്ഷൻസ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. അവിടെ വീണ്ടും കസ്റ്റമറിന് ഇൻപുട്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എത്ര ഹാഫ് ലിറ്റർ പാക്കറ്റ് വേണം, എത്ര 1 ലിറ്റർ പാക്കറ്റ് വേണം, അതുപോലെ തന്നെ എത്ര 5 ലിറ്റർ പാക്കറ്റ് വേണം. അതാണ് ലൈൻ നമ്പർ 26 പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കറിയാം ടോട്ടൽ എത്രയാണ് ക്വാണ്ടിറ്റി എന്നുള്ളത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കാൽക്കുലേഷൻ നടത്തണം, എത്രയാണ് ടോട്ടൽ കോസ്റ്റ് എന്നുള്ളത്. ഇവിടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 ക്വാണ്ടിറ്റീസിന്റെ ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ 3 പ്രൈസിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഫോർ ലൂപ്പിന്റെ അധികം ആവശ്യമുണ്ട്. നേരത്തെ കാര്യം കുറച്ചുകൂടി സിമ്പിൾ ആയിരുന്നു, കാരണം നമുക്ക് ഒരൊറ്റ ക്വാണ്ടിറ്റി ഉള്ളൂ, ഒറ്റ പ്രൈസ് ഉള്ളൂ, ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നമുക്ക് 3 ഐറ്റംസ് ഉണ്ട്, അതിന് 3 പ്രൈസ് ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ലൈൻ നമ്പർ 27, 28, 29 ചെയ്യുന്നത്. എവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മളൊരു ഫോർ ലൂപ്പ് ഇടുന്നു. ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ്, ഇതൊക്കെ നമ്മൾ ഇതിന് മുന്നേ പഠിച്ചതാണ്, എന്താണ് ഈ ഓരോ മെത്തേഡ് ചെയ്യുന്നത് എന്നുള്ളത്. 0, ദെൻ ലെങ്ത് ഓഫ് മിൽക്ക് പ്രൈസ് ലിസ്റ്റ്. ഓക്കെ, ലെങ്ത് ഓഫ് മിൽക്ക് പ്രൈസ് ലിസ്റ്റ് എന്ന് പറയുന്നത് 3 ആണ്. അത് ലൂപ്പ് ചെയ്യുന്നു. ലൂപ്പ് ചെയ്യുന്ന സമയത്ത് ഐന് ഡിഫറെന്റ് വാല്യൂസ് എടുക്കുന്നു. ഐന് ഇനീഷ്യലി 0 എടുക്കുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, സെലക്ഷൻ 0 ഇൻറ്റു ഇന്റീജർ ഓഫ് മിൽക്ക് പ്രൈസ് ലിസ്റ്റ് 0 എന്ന് പറഞ്ഞാൽ 0.5 ഇൻറ്റു നിങ്ങളുടെ ക്വാണ്ടിറ്റി
അതായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ. ഫസ്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് ഹാഫ് ലിറ്റർ ആണ്, അതായിരിക്കും സെലക്ഷൻ 0 എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് നിങ്ങളുടെ പ്രൈസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പം 0.5 ലിറ്ററിനുള്ള പ്രൈസ് എന്ന് പറയുന്നത് മിൽക്ക് പ്രൈസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് 25 റുപ്പീസ് ആണ്. നിങ്ങൾക്ക് മുകളിലത്തെ ലിസ്റ്റ് നോക്കി അറിയാം. അപ്പൊ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത് പ്രൈസ് എന്നുള്ള ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുകയും പ്രൈസ് ഓരോ പ്രാവശ്യം ലൂപ്പ് ചെയ്യുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. കാരണം ഓരോ പ്രാവശ്യം നമ്മൾ സെലക്ഷനും നമ്മുടെ മിൽക്ക് പ്രൈസ് ലിസ്റ്റും ആ ലിസ്റ്റ് എന്നുള്ള ഓരോ പുതിയ എൻറ്റിറ്റീസ് ആയിരിക്കും വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ പ്രൈസ് എന്നുള്ള ഒരു വേരിയബിൾ മാറിക്കൊണ്ടിരിക്കുക ഓരോ പ്രാവശ്യം ലൂപ്പ് ചെയ്യുമ്പോഴും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, ഇത് സം ചെയ്തിട്ടുള്ള ഒരു വാല്യൂ വേണം. അതുകൊണ്ടാണ് നമ്മൾ മിൽക്ക് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിനു മുമ്പേ ഒരു വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പം ഈ മിൽക്ക് കോസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രൈസ് ഓരോ പ്രാവശ്യം ലൂപ്പ് ചെയ്ത് വരുമ്പോഴും ആഡ് ചെയ്യുന്നു. അപ്പൊ ആദ്യത്തെ മിൽക്ക് കോസ്റ്റിന്റെ പ്രൈസ് 0 ആണ്. ലൈൻ നമ്പർ 21 നോക്കി അറിയാം. അപ്പൊ 0 പ്ലസ് നിങ്ങൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രൈസ് സം ചെയ്തിട്ട് മിൽക്ക് കോസ്റ്റിലേക്ക് ആദ്യം ആഡ് ചെയ്യുന്നു. പിന്നെ അത് ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ തന്നെ ആവുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഓരോ പ്രാവശ്യം ഇത് ലൂപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ മിൽക്ക് കോസ്റ്റ് ആഡ് ആയിക്കൊണ്ടിരിക്കുന്നു. കാരണം നിങ്ങളുടെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വ്യത്യസ്തമാണ്. കസ്റ്റമർ ചോയ്സ് യെസ് ആണെങ്കിൽ നമുക്ക് ഇതെല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി അങ്ങനെ അല്ലെങ്കിലോ, അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു എൽ സ്റ്റേറ്റ്മെന്റ് ഇടണം. അതാണ് ലൈൻ നമ്പർ 30. ആ ഒരു എൽ സ്റ്റേറ്റ്മെന്റും പിന്നീട് നമ്മൾ റൈറ്റ് ചെയ്യുന്ന കോഡും ഡിറ്റോ നമ്മൾ ഇതിനു മുന്നേ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ലൈൻ നമ്പർ 31 to 38 നമ്മൾ ഇതിനു മുന്നേ കണ്ട തന്നെയാണ്. അപ്പൊ കസ്റ്റമറിന് അങ്ങനെ ഡിഫറൻറ്റ് സെലക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് 1 ലിറ്ററിന്റെ പാക്കറ്റ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. കാൽക്കുലേഷൻ വളരെ എളുപ്പമാണ്. 1 ലിറ്ററിന്റെ പ്രൈസ് നമുക്ക് ഓൾറെഡി അറിയാം. എത്രയാണ് ക്വാണ്ടിറ്റി എന്നുള്ളത് മാത്രം നമ്മൾ യൂസറിന്റെ അടുത്ത് ചോദിക്കുന്നു. നമ്മൾ അതിനനുസരിച്ച് മിൽക്ക് കോസ്റ്റ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് കസ്റ്റമറിന് കാണിക്കുന്നു. പിന്നെ കസ്റ്റമറിനോട് ഒരു ഇൻപുട്ട് ചോദിക്കുന്നു, നിങ്ങൾ എത്ര എമൗണ്ട് ആണ് പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും മാച്ച് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, താങ്ക് യു പറയുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ റോങ് എൻട്രി എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനു മുന്നേ കണ്ടതാണ്. ഇനി ഇതേ റിപ്പീറ്റേഷൻ എന്ത് ചെയ്യുന്നു, നമ്മൾ ഐറ്റം കേർഡ് ആണെങ്കിലും നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈൻ നമ്പർ 39 ഒരു എൽസിഫ് സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടുണ്ട്. ഐറ്റം കേർഡ് ആണെങ്കിൽ പിന്നെ ഇതേ റിപ്പീറ്റേഷൻ ആണ്. നമ്മൾ 3 ഓപ്ഷൻസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. അപ്പൊ ആദ്യം അത് വേണോ വേണ്ടിയോ എന്നുള്ളത് യെസ് ഓർ നോ ആദ്യം ചോദിക്കുന്നു. യെസ് ആണെങ്കിൽ 3 ഓപ്ഷൻസ് കൊടുക്കുന്നു. പിന്നെ ആ രീതിയിൽ തന്നെ നമ്മൾ എങ്ങനെയാണോ മിൽക്ക് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തത് അതേപോലെ തന്നെ കേർഡ് കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമ്മുടെ സെലക്ഷൻ ഇൻടു കേർഡ് പ്രൈസ് ലിസ്റ്റ് എന്നുള്ള എൻറ്റിറ്റീസിനെയാണ് നമ്മൾ ഇവിടെ ലൂപ്പിൽ വിളിക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്രൈസിനെ കേർഡ് അണ്ടർസ്കോർ കോസ്റ്റ് എന്നുള്ള ഒരു വേരിയബിളിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ ഈ കേർഡ് അണ്ടർസ്കോർ കോസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ്. അപ്പൊ അതിലേക്ക് നമ്മുടെ ടോട്ടൽ പ്രൈസ് സ്റ്റോർ ആവുന്നു. അവിടെയും നമ്മളൊരു എൽസ് കണ്ടീഷൻ കൊടുക്കുന്നു. ഇനി കസ്റ്റമറിന് അങ്ങനെ പല പാക്കറ്റ്സ് ആവശ്യമില്ല, 1 ലിറ്ററിന്റെ പാക്കറ്റ് ആവശ്യമുള്ളൂ എങ്കിൽ നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞ കോഡ് അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നു. അതാണ് ലൈൻ നമ്പർ 47 ടു ലൈൻ നമ്പർ 54. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുന്നേ കണ്ടതാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ നമ്മളിവിടെ മിൽക്ക് ചെയ്തു, അതുപോലെ തന്നെ കേർഡ് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ആകെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിൽക്കിന്റെ പ്രൈസും കാൽക്കുലേറ്റ് ചെയ്ത് കേർഡിന്റെ പ്രൈസും കാൽക്കുലേറ്റ് ചെയ്ത് സം ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും യൂസറിന് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ അത് ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് അത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാവുന്നുള്ളൂ, എത്രത്തോളം സക്സസ് ആയി വരുന്നുണ്ട് എന്നുള്ളത് നോക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇൻഡന്റേഷൻ ആണ്. കാരണം ഒരുപാട് ഇഫ്, ഫോർ ലൂപ്പുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആദ്യം ഒരു വൈഡ് ലൂപ്പ്, പിന്നെ ഫോർ ലൂപ്പ്. ഇപ്പൊ നിങ്ങളുടെ സ്പേസിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കോഡിനെ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതിലൊക്കെ തെറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. കാരണം നിങ്ങളൊരു സാധനം കാൽക്കുലേറ്റ് ചെയ്യുമ്പം അത് ഇൻറ്റീജർ ആണോ സ്ട്രിങ് ആണോ എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എറർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതുപോലെ അപ്ലൈ ചെയ്തു എന്നുള്ളൂ. നമുക്ക് ഈ കോഡൊന്ന് റൺ ചെയ്ത് നോക്കാം. കോഡ് റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. നിങ്ങളുടെ സെലക്ഷൻ ആണ്. അപ്പൊ ഞാൻ മിൽക്ക് എന്ന് കൊടുക്കുന്നു. അപ്പൊ നമ്മളെടുത്ത് ഇപ്രാവശ്യം നമ്മളോട് ഡയറക്റ്റ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്, ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണ്ടത്. പ്ലീസ് എൻ്റർ യെസ് ഓർ നോ. പ്ലീസിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്, അത് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ പ്ലീസ് എൻ്റർ യെസ് ഓർ നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ യെസ് എന്ന് കൊടുക്കുന്നു. കാരണം നമുക്ക് 2 കേസ് നോക്കാം. ആദ്യം യെസ് ഉള്ള കേസ് നോക്കാം. ഇവിടെ നമുക്ക് ചോദിക്കുന്നത് നിങ്ങളുടെ ക്വാണ്ടിറ്റി എത്രയാണ്. അപ്പൊ ഹാഫ് ലിറ്റർ എനിക്ക് 2 വേണം. 2 പാക്കറ്റ്സ് ഓഫ് ഹാഫ് ലിറ്റർ വേണം. ലെറ്റ്സ് സേ 1 പാക്കറ്റ് ഓഫ് 1 ലിറ്റർ ആൻഡ് 1 പാക്കറ്റ് ഓഫ് 5 ലിറ്റർ. മൊത്തം എനിക്ക് എത്ര ലിറ്റർ ഉണ്ട്? 5, 6, 7 ലിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 7 ലിറ്ററിന്റെ പ്രൈസ് ആയിരിക്കണം എനിക്ക് കിട്ടേണ്ടത്. എൻ്റർ ചെയ്ത് നോക്കാം. 350 കിട്ടുന്നുണ്ട്. കാരണം 50 റുപ്പീസ് ആണ് പെർ ലിറ്റർ പ്രൈസ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 350 കിട്ടുന്നുണ്ട്.
ഇനി കൈൻഡ്ലി എൻ്റർ ദ എമൗണ്ട് ടു ബി പെയ്ഡ്, അത് ഞാൻ 350 കൊടുക്കുന്നു. താങ്ക് യു, പ്ലീസ് കളക്ട് മിൽക്ക്, പ്ലീസ് വിസിറ്റ് അഗെയിൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, വീണ്ടും ആ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? കാരണം നമ്മളൊരു വൈൽ ലൂപ്പ് ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ കോഡ് ബ്രേക്ക് ആയിട്ടില്ല, വീണ്ടും അത് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി ലെറ്റ്സ് സേ എനിക്ക് കേർഡ് വേണം, CORD, ഞാൻ കേർഡ് കൊടുത്തു. വീണ്ടും നമ്മളോട് അവൈലബിൾ പാക്കറ്റ്സ് ചോദിക്കുകയാണ്. ഞാൻ പറയുന്നു യെസ്. കേർഡും ഇതുപോലെ തന്നെ ഞാൻ 2 ഓക്കെ, ഇവിടെ നമ്മൾ 211 കൊടുക്കുന്നു, എൻ്റർ ചെയ്യാം. 210 ആണ് നമുക്ക് കിട്ടുന്നത്. അഗൈൻ 7 into 30 210. സോ നമുക്ക് കാൽക്കുലേഷൻ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ 210 നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. സോ താങ്ക് യു, പ്ലീസ് കളക്ട് കേർഡ്. അപ്പൊ നമുക്ക് കേർഡും നമുക്ക് ഡിസ്പെൻസ് ചെയ്ത് കിട്ടി. അഗൈൻ നമുക്ക് നമ്മുടെ കോഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കേർഡ് കൊടുക്കുന്നു. ഓക്കെ, ഈ പ്രാവശ്യം ഞാൻ നോ കൊടുക്കുന്നു. അപ്പൊ നോ കൊടുക്കുമ്പോൾ ഡയറക്ട്ലി ചോദിക്കുകയാണ് നിങ്ങൾക്ക് എത്ര ലിറ്റേഴ്സ് ആണ് വേണ്ടത്. ഞാൻ പറയുന്നു 5. സോ 5 into 30 150 എനിക്ക് കിട്ടുന്നുണ്ട്. 150 ഞാൻ വീണ്ടും എൻ്റർ ചെയ്യുന്നു. സോ പ്ലീസ് കളക്ട് കേർഡ്. അപ്പൊ നമ്മുടെ കോഡ് അവിടെയും എറർ ഒന്നും കാണിക്കുന്നില്ല, സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ കേസുകളും ചെക്ക് ചെയ്തു. ഇനി നമ്മളൊരു എൽസ് കണ്ടീഷൻ വേണമെങ്കിൽ ആദ്യത്തെ ഇഫ് കണ്ടീഷൻ ഇടാം. നമ്മളത് ചെയ്തിട്ടില്ല. ഈ 3 ഓപ്ഷനും അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ കോഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ കോഡ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതിൽ എന്തൊക്കെ തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ്സ് വരുത്താന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞിരുന്നു, ഒരു നല്ല പ്രോഗ്രാമറുടെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യല്ല, മറിച്ച് ഏതൊക്കെ രീതിയിൽ നമുക്ക് കോഡ് ഇംപ്രൂവ് ചെയ്യാം, അപ്പൊ ഏതൊക്കെ രീതിയിൽ നമ്മുടെ കോഡ് ബ്രേക്ക് ആവാന്നുള്ളതിന്റെ ഒരു അറിവ് നമ്മുടെ കോഡിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് റിപ്പീറ്റേഷൻ ഉണ്ട് അല്ലെ. അത് നമുക്കൊന്ന് ഇംപ്രൂവ് ചെയ്തെടുക്കും. കാരണം നമ്മൾ ഫംഗ്ഷനെ കുറിച്ച് പഠിച്ചതാണ്. അപ്പൊ ഫംഗ്ഷൻ എങ്ങനെ ഇവിടെ നമുക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ റിപ്പീറ്റേഷൻ ഒഴിവാക്കുക എന്നുള്ളത് ഒരു കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. രണ്ടാമത് നമുക്ക് ചിന്തിക്കാവുന്നത്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതൊരു വെൻഡിങ് മെഷീനാണ്. അപ്പൊ അതിൽ സമയത്തിന്റെ ഒരു പ്രാധാന്യമുണ്ട്. നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുമ്പം അതിന്റെ കൂടെ സമയം കൂടി നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് കിട്ടിയാൽ അത് കുറച്ചുകൂടി നന്നാവും. അപ്പൊ സമയം നമുക്ക് എങ്ങനെ പ്രിന്റ് ചെയ്ത് കിട്ടിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യാത്തത് അതിന്റെ മാക്സിമം കപ്പാസിറ്റിയാണ്. കാരണം ഈ ഒരു മെഷീൻ ഒരു മാക്സിമം കപ്പാസിറ്റി ഉണ്ട്, അതിൽ കൂടുതൽ അതിന് ഡെലിവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങളൊരു റെസ്ട്രിക്ഷൻ വെക്കണം യൂസറിന്, നിങ്ങൾ മാക്സിമം എത്രയേ വാങ്ങാവൂ എന്നുള്ളത്. അപ്പൊ ആ ഒരു റെസ്ട്രിക്ഷൻ നമ്മളിപ്പം കൊടുത്തിട്ടില്ല, അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ പ്രൈസിങ്ങിന്റെ ഭാഗം നമുക്ക് എക്സാക്ട്ലി അതേ എമൗണ്ട് പേ ചെയ്താൽ മാത്രമേ ഇത് വേണ്ട ഐറ്റം ഡിസ്പെൻസ് ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ അത് റോങ് എൻട്രി എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും കറക്റ്റ് ചേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന പ്രൈസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത കോസ്റ്റിനെക്കാട്ടും കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അതിന്റെ ചേഞ്ച് എത്രയാന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയാൽ മതി. അപ്പൊ ഈ കോഡ് ആ രീതിയിൽ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ എങ്ങനെ ഇതേ കോഡിൽ കൊണ്ടുവരാന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് മീ. വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് എപ്പിസോഡ്.